എന്താ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളെവിടെ വന്നിട്ടുണ്ടോ? തറവാട്ടിക്ക് വന്ന തറവാട് ഇത് താഴെ അമ്മൻ്റെ ഓടൊപ്പം അങ്ങനെ വരും. ഞങ്ങളെ എന്താ വെച്ചിട്ട് ഉച്ചരിച്ചിട്ട് ഒന്ന് വന്നതാ. അപ്പം എന്നാ താഴെയും കൂടെ വരാച്ചിട്ട് ഇത് അമ്മേനെ കേട്ടോ. അമ്മേനെ കണ്ടിട്ടുണ്ട്. തോബി എവിടെയാമോ? തോബി കണ്ട പൂത്തറൊക്കെ വരേ. അതെ അമ്മട്ടവാ എന്താ പൂത്തറൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. നമ്മൾ ഇട്ടിട്ടില്ല, നമ്മൾ ചെന്നിട്ട് വേണമെങ്കിൽ ചെറിയൊരു ടയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെന്നിട്ട് വേണമെങ്കിൽ പൂത്തറ കിട്ടാൻ. എന്നിട്ട് നാളെ തീരെ സമയം ഉണ്ടാവില്ല, നമ്മൾ കല്യാണമൊക്കെ ഉണ്ടായിട്ട് പൂത്തറ കിട്ടണമെങ്കിൽ ചാണകം നാളെ തുടങ്ങണല്ലേ. വെച്ചിട്ട് പിന്നെ ചൊവ്വാഴ്ചക്കല്ലേ? ചൊവ്വാഴ്ച ഞാനവിടെ ചിത്രം എടുക്കുന്നില്ല, ചെറുതാക്കുന്നില്ല. കാരണം രാവിലെ നേരത്തെ ആർക്കും കൂടാൻ സമയം ഉണ്ടാവില്ല. അത് എന്തെങ്കിലും കുറച്ച് വെക്കാലോ അല്ലേ. ഞങ്ങള് പർച്ചേസിന് പോയിട്ടോ. ഞങ്ങള് എന്നും ഞങ്ങൾ എടുക്കണത് ചമയത്തിനാട്ടോ. ചമയത്തിൽ നിന്നാട്ടോ. പെരിന്തൽമണ്ണ അല്ലേ? പെരിന്തൽമണ്ണ ചമയത്തിൽ ഞങ്ങൾ എപ്പോ എടുക്കണം. അവിടുത്തെ ഡ്രസ്സ് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏത് കാലവും കേറുമില്ല, കേടും വരില്ല, കളറും പോയില്ല. ഞങ്ങൾക്ക് വിശ്വാസത്തോടെ എടുക്കേണ്ട ഒരു ചമയം. പിന്നെ അതല്ല കൊടുത്താലും തന്നെ നല്ല ഡ്രസ്സാ കിട്ടുക. ഞങ്ങളൊക്കെ ഈ ഇടുന്ന ഡ്രസ്സൊക്കെ ഞങ്ങൾ എത്രനാല് മേടിച്ചതാണ് അറിയോ. കൊല്ലം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകും. അമ്മയുടെ അപ്പൊ 6 മണി കഴിഞ്ഞു കേട്ടോ. ഇവിടെ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൂസ് വീട്ടിൽ ഒറ്റയ്ക്കാണ്. കുഞ്ഞാറ്റ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാകില്ല അഖിലയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ കോളേജിൽ പരിപാടി. എന്താ പറയാ, അവർക്കൊക്കെ മടിയാണ്, കുട്ടികൾക്കൊക്കെ മടിയാണ്. അപ്പോൾ കോളേജിൽ പരിപാടീൻ്റെ ഓണപ്പരിപാടി ഇല്ലേ, അതിൻ്റെ അതിനിങ്ങനെ അമ്മക്ക് ലൈനിങ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അടിക്കാൻ കൊടുത്തിട്ട് വേണം പോകാൻ. ചെന്നിട്ട് ഒരുപാട് ഉണ്ട്. ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ചോറ് ഉച്ചയ്ക്കത്തെ കുറച്ചിട്ടുണ്ട്. പിന്നെ രാജേട്ടനൊന്നും ഉച്ചയ്ക്ക് ചോറുണ്ടാൻ വന്നിട്ടില്ല. അവർ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൂസും ഇവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ തിളപ്പിച്ച് വറക്കാം. കറി വെച്ചിട്ടില്ല, കറി മുരിങ്ങടല താളിച്ചത്. അപ്പം ഇനി രാജേട്ടൻ വരട്ടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുളിച്ച് വിളക്കച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട്, പറഞ്ഞു പോകാണ്. അപ്പോൾ വന്നപ്പോൾ ഏതായാലും വെള്ളം എടുത്തു, നമ്മുടെ വെള്ളം. ഇപ്പം ചെന്നിട്ട് പൂത്തറ ഉണ്ടാക്കാൻ നേരമുണ്ടോ എന്തോ അറിയില്ല. പോട്ടെ. പോയിട്ട് തറവാട്ട് പോയിട്ടേ നമ്മളിപ്പോൾ എത്തിട്ടോ. കുറച്ച് വഴുകി. അപ്പൂസ് അപ്പോഴേക്കും വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വിളക്കൊക്കെ വെച്ച് കോഴികളൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ കോഴികളൊക്കെ വേഗം ഒന്ന് പിടിച്ചിട്ടു. ആ എന്നിട്ട് ഇനിയിപ്പോൾ ചായ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ എന്താ മേടിച്ചാൽ ഇവിടെ മേടിച്ചു. അമ്മ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ ചാറട്ടെ. കുറച്ച് പൊക്കവട മേടിച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ ചായക്ക് വെള്ളം വെച്ച് വേഗം ചൂടുള്ള ചായയും അതും കൂടെ കുടിക്കാമെന്ന് വെച്ചിട്ട്. പിന്നെന്താ മേടിച്ച് വെച്ചാൽ കറി വെക്കാനേ കുറച്ച് 100 രൂപയ്ക്കാണ് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. നാളെ രാവിലേക്കുള്ള ഉപ്പേരിക്കുള്ളതൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകണ്ടേ, ക്ലാസ് ഉള്ളതല്ലേ. അങ്ങനെ അതൊക്കെ മേടിച്ച് വന്ന. അപ്പം എന്നാൽ ഞാൻ പൂത്തറ ഉണ്ടാക്കാറുണ്ടേ. രാജേട്ടനവിടെ ടയർ ഉണ്ട്, ഒരു ടയർ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ആ ടയർ എടുത്തിട്ട് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ കുഞ്ഞിത് ഇടാച്ചിട്ടേ, കുഞ്ഞൊരു ഇത് മതിയല്ലോ തറ. ഇനിയിപ്പോൾ നാളെ എന്താ വെച്ചിട്ടാ, നാളെ ഞാൻ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇടാൻ നേരം ഉണ്ടല്ലോ. കാരണം 4 മണി ഒക്കെ ആകുമ്പോൾ നമുക്ക് പോകണം. നാളെ മക്കരാകുമ്പോൾ ഒരു കല്യാണം ഉള്ളതല്ലേ. അപ്പോൾ പൂവാറാകുമ്പോഴേക്കും പിന്നെ എന്താ വെച്ചിട്ടാ ഇതൊന്നും ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പം നാളെ വന്നിട്ട് വേഗത്തിൽ ചാണകം കൊണ്ടുവച്ചാൽ രാവിലേക്ക് ആവുമല്ലോ. പിന്നെ ചൊവ്വാഴ്ചയില്ലേ, നമ്മൾ ചൊവ്വാഴ്ച ദിവസം നമ്മൾ എന്താ ചാണകം ഒന്നും പോയി കൊണ്ടില്ല കേട്ടോ. ഒരു വീട്ടിൽ നിന്നാണ് കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ നാളെ തിങ്കളാഴ്ച തന്നെ ഒക്കെ കൊണ്ടുവന്ന് വെക്കണം. അപ്പം എന്നാൽ ഈ ചായ വേഗം റെഡിയാക്കട്ടെ. എന്നിട്ട് പൂത്തറ ഇടിയിട്ട് കാണിക്കാം കേട്ടോ. പൊക്കവടൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ 7 ഈ നേരത്തെ ചായയുടെ കടി കണ്ടപ്പോഴേ ചായയും കൂടെ കട്ടൻ ചായ കുടിക്കാൻ വെച്ചു.
അമ്മ കാപ്പിയാണ്, അമ്മ കട്ടൻ കാപ്പി കുടിക്കുന്നത്. അപ്പം അപ്പോഴേക്കും രാജേട്ടൻ അവിടെ ടയർ കൊണ്ടിട്ടുണ്ട്. എന്ത് കഴിഞ്ഞിട്ട് വേഗം പൂവിടാന്നോ ആ തറ ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇട്ടായിട്ടോ രാത്രിയാണ് ഇപ്പം തറപ്പണി. സ്ഥലമല്ലല്ലോ നമുക്ക്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. നമ്മൾ വരുമ്പോൾ അധികം കയറി വരും. അതിന് നേരെ വിളിച്ചു കൂത്തറുണ്ടാക്കല ചൊവ്വാഴ്ച. എടുക്കാൻ കിട്ടൂലാണ്. അവൻ്റെ അച്ഛൻ എടുക്കണ്ടില്ലേ? ഇത് എടുക്കുമ്പോൾ ഒന്ന് പോരാമോ അറിയില്ല. ഷേപ്പാവണെങ്കിലേ കല്ലില്ലാത്ത മണ്ണാണ്. സുഖമാണ്. രാജേട്ടൻ വരുന്നുണ്ട്. രാജേട്ടൻ വെള്ളമോ തേപ്പ് വരകയാ ഇല്ല. ഇങ്ങനെ മതി, കൈ കൊണ്ടാക്കി മതിട്ടാ. നമ്മളേ തറ ഇങ്ങനെയാണ് കേട്ടപ്പോൾ ആ ടയർ വെച്ചിട്ട് ഉണ്ടാക്കി വെക്കുമ്പോൾ അതുകൊണ്ട് ശരിയായില്ല. അപ്പം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞി തറയാണ്. ആണല്ലേ രാജേട്ടനാണ് ഇപ്പം അത് ശരിയാക്കി തരുന്നത്. ആള് അവിടെ അടുത്ത വീട്ടിലവരാ. അപ്പോൾ തറ അത് ഇട്ടു. ഇനി ചാണകം നാളെ കൊണ്ടുവന്നിട്ട് വേണം അത് തേക്കാൻ. ഞാൻ വേഗം ചിക്കൻ കറി വെക്കട്ടെ. ഒന്നും മേലെ എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ തറവാട്ടിൽ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോട്ടോ. അങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് ഓണം വന്ന പോലെയല്ലേ. നമ്മളെടുത്തിട്ടില്ല, എടുക്കണം. ഇനിയിപ്പോൾ സമയം ഉണ്ടല്ലോ. രാജേട്ടൻ ഒന്നാമത് പണിയില്ലാതെ അതുകൊണ്ടാണ് പാകമായത്. മക്കത്തെങ്കിലും എടുക്കാതിരിക്കില്ല. ഒന്നും എടുക്കലുണ്ട്. അമ്മയ്ക്കൊക്കെ ആണെങ്കിലും കഴിഞ്ഞൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എടുക്കാറുണ്ട്. ഇപ്രാവശ്യം പണി ഇങ്ങനെയായി ഉണ്ടാവും. അപ്പം എടുക്കണം. ഇനി വേഗം ഇതേ കുറച്ച് ചിക്കനാണ് പക്ഷെ നമുക്ക് ഒരു നേരത്തേക്കുള്ളതല്ലോ. മീനിനും ചിക്കനൊക്കെ ഏകദേശം ഒരു വിലയാക്കും. അപ്പോൾ 100 രൂപ വെച്ചു. ഇനി വേഗം കറി വയ്ക്കട്ടെ കേട്ടോ. വന്ന് ചോറ് വമ്പി അപ്പോൾ അമ്മ ഒടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒടുക്കിയിട്ട് അപ്പം ഞാൻ ചോറിന് കറി ചിക്കൻ. പിന്നെ രാവിലത്തെ നമ്മുടെ മുരിങ്ങയുടെ ഉച്ചയ്ക്ക് കുറച്ച് കിട്ടിയില്ല കേട്ടോ. നമ്മുടെ ആ ഇതിൻ്റെ വേലനെ കുറച്ച് മുരിങ്ങ കിട്ടിയുള്ളൂ. അപ്പം ഇനിയിപ്പോൾ സമയം എത്രയാറിയോ 9:15. അവരൊക്കെ കഴിഞ്ഞു. ഞാനും രാജേട്ടനൊക്കെ കുളിക്കട്ടെ വെച്ചിട്ടേ കുളിച്ച് വന്നു. അപ്പോൾ പൂത്തറ ഞാൻ ചോറിനായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാ ഞങ്ങൾ ഇരിക്കട്ടെ ചോറിന് കേട്ടോ. തുണിയാണ് ഉച്ചയ്ക്ക് തിരുമ്പി തോരട്ടതാ. കൊണ്ടൊക്കെ ഉണങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. അവൾ പൂത്തറ എന്താ സൂപ്പറായിട്ടില്ലേ? പിന്നെ നാളെ എന്ത് ചെയ്യണമെന്നറിയോ? അവിടെ ചാണകം കൊണ്ടുവന്നിട്ട് നല്ലപോലെ തേച്ച് വൃത്തിയാക്കി നല്ല ഭംഗിയുണ്ടാവും. രാജേട്ടൻ പിന്നെ നമ്മൾ ഇരുന്നിരുന്നിട്ടേ എന്തൊക്കെയോ ശരിയാക്കിയായിരുന്നു. അപ്പം നമ്മളെ നാളത്തിനുള്ള പൂവിടാനുള്ള തറ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ എത്രയുള്ളൂ കേട്ടോ. തറവാട്ടിലൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നു, സന്തോഷമായി. ഇനിയിപ്പം ചോറിന് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി വെച്ചു. തുണികളൊന്നും ഇന്നും മടക്കിക്കില്ല കേട്ടോ, നാളെ മടക്കിക്കുള്ളൂ. സമയം ഇപ്പം എത്രയും അറിയോ? 9:50, 10 മണിയാവാറായി. അപ്പം ഇനി ഇന്നത്തെ വിശേഷം നിർത്താൻ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. എത്രയുള്ളൂ. ബായ്.